ഹായ്, കറിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു കോട്ടയം സ്റ്റൈൽ ഒരു മോദ മീൻ കറിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മോദയാണ്. ഇനി ഇതിലേക്ക് എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 3.5 സ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, 2 സബോള അരിഞ്ഞത്, പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തത്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മീൻ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുക്കുക. അതിനുശേഷം സ്റ്റൗ കത്തിച്ച് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ കടുക് അതിലേക്ക് ചേർക്കുക. കടുക് പൊട്ടി തീർന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ, ഒരു 8-10 ഉലുവ അതിലേക്ക് ചേർക്കുക. ഉലുവയും ചെറുതായിട്ട് പൊട്ടി വരുവേ. അത് ചെറുതായി പൊട്ടി തീർന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് നിറം മാറുന്നവരെ, ഒത്തിരി വഴന്നു പോകണ്ട, അത് ചെറുതായിട്ടൊന്ന് നിറം മാറുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇപ്പം ആ നിറം മാറി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ആ സമയത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ചേർക്കേണ്ടത്, ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു സ്മെല്ല്, ഒരു പച്ച മണം ഉണ്ടല്ലോ, ആ മണം ഒന്ന് മാറുന്ന വരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇതിൽ പ്രധാനമാണ് കേട്ടോ. നമ്മുടെ മീൻകറിക്ക് കൊഴുപ്പ് കൊടുക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ മല്ലിപ്പൊടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ഇതിനകത്ത് കോട്ടയം സ്റ്റൈൽ മീൻകറിയിൽ പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റമാണ് മല്ലിപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ. 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3.5 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക. ആ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ എല്ലാം ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി വരുന്ന ആ സമയത്തേക്ക്, ഒത്തിരി ഡ്രൈ ആവരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അതിനകത്ത് കട്ട പിടിച്ചൊന്നും കിടക്കാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അതിലെ ഒരു കട്ട പോലും ഇല്ലാത്ത രീതിയിൽ നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും, ജസ്റ്റ് ഒന്നത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു എണ്ണ തെളിയുന്ന ഒരു രൂപത്തിലേക്ക് വരും. കണ്ടോ, ഇതുപോലെ ഒരു എണ്ണ തെളിയുന്ന രൂപത്തിലേക്ക് വരും. അപ്പോഴത്തേക്കും നമ്മൾ അതിന് ചാറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി വെച്ചതിന് ശേഷം നമ്മളതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തിളച്ച് നല്ലപോലെ എണ്ണ തെളിയും. കണ്ടോ, ഇതുപോലെ എണ്ണ തെളിയുന്ന ആ സമയത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീൻ കഷ്ണങ്ങളെല്ലാം നമ്മുടെ അരപ്പൊന്ന് പിടിക്കണമല്ലോ, അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരടപ്പ് വെച്ച് മൂടി വയ്ക്കുക. ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വറ്റി എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മീൻകറി.
അങ്ങനെ നമ്മുടെ അടിപൊളി കോട്ടയം സ്റ്റൈലിൽ ഒരു മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.